വിചാരിച്ചില്ല വലിയ വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ കിടക്കുമെന്നുള്ള ഇതായിരുന്നു. ഞാൻ ചെറിയൊരു കുടിലായിരുന്നു നേരത്തെ താമസിച്ചിരുന്നത്. എനിക്കൊരു വീടില്ല. അങ്ങനെ പിന്നൊരു സ്പോൺസർ എന്ന് പറഞ്ഞ ഒരാൾ വന്ന്, മാത്യൂസ് എന്ന് പറഞ്ഞ ഒരാളാണ് വന്ന്, അങ്ങനെ വന്ന് കണ്ട് എനിക്ക് നല്ലൊരു വീട് പണിയാണ്. എനിക്ക് ചെറിയ വീട്ടിൽ ഞാനിപ്പം വലിയ വീട്ടിലോട്ട് മാറിയപ്പോൾ ഞാൻ വിചാരിച്ചില്ല വലിയ വീട് കിട്ടുമെന്നുള്ള പ്രതീക്ഷ പോലും എനിക്കില്ലായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞാൻ എങ്ങനെ കിടക്കുമെന്നുള്ള ഇതായിരുന്നു. എന്തായാലും ദൈവം തന്നത് നന്നായെന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് ദൈവത്തോട് നന്ദി പറയാനേ ഉള്ളൂ. മാത്യൂസ് അങ്കിളിനോട് ഞാൻ നന്ദി പറയുന്നു. അവരുടെ കുടുംബത്തോട് ഞാൻ എന്നും പ്രാർത്ഥിച്ച് കടപ്പെട്ടിരിക്കും. എന്നും കടപ്പെട്ടിരിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ ഈ മാതാവിനെ കാണുമ്പോൾ ഞാൻ പറയാം, എന്നും ഞാൻ പറഞ്ഞേ, ഞാൻ എപ്പോഴും ഒരു കൂടില്ലല്ലോ കിടക്കുന്നത്. ഞാനേ ഉള്ളു ഇങ്ങനെ എഴുന്നേറ്റമില്ലാതെ ഇങ്ങനെ കുഞ്ഞു വീട്ടിൽ ഇങ്ങനെ കിടക്കുന്നത്. നീയെങ്കിലും ഒന്ന് കണ്ണു തുറക്കണം ഞാൻ പറയുമായിരുന്നു. എന്നും ഞാൻ പറയാതിരിക്കുന്നില്ല. കണ്ണു തുറന്നില്ലേ? ഇവിടുത്തെ ഈ ചുറ്റുപാടുമുള്ള വീടുകളിൽ ഏറ്റവും വലിയൊരു വീടാ, ഏറ്റവും നല്ല മനോഹരമായ ഒരു വീടും നിനക്ക് കിട്ടിയില്ലേ? അപ്പൊ നിന്റെ പ്രാർത്ഥനയില് ദൈവം കേട്ടെന്നുള്ളത് വിചാരിക്കാം.